എത്രയായി? 20 രൂപ. ആ, വായി നോക്കാതെ ഒരു കൈ സഹായിക്കടോ. ഓ പിന്നെ സാമ്പേട്ടാ, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? പ്രിൻസിപ്പൾ അച്ഛൻ അന്വേഷിക്കണേ, വേഗം ചെല്ല്. സൗകര്യമില്ലാന്ന് പോയി പറ. അയക്കെന്താ എന്നിട്ടില്ല, ഉറക്കം വരില്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അകത്ത് SP അദ്ദേഹം വന്നിരിപ്പുണ്ട്. തന്നെ പൊക്കാനാണെന്ന് തോന്നുന്നത്. എന്റെ ശ്രീകൃഷ്ണ. അതുപോട്ടെ, ശ്രീശങ്കർ ഇടയ്ക്ക് എങ്ങാനും വരുന്നുണ്ടോ? എല്ലാ ഓണത്തിനും വരാറുണ്ട്. എന്തിനാച്ചോ വിളിപ്പിച്ച? ഇത് പുതിയ അഡ്മിഷനാ, പാർവതി. ഓ. ആ, മിസ്റ്റർ ശ്രീകാന്തിന്റെ ജ്യേഷ്ഠന്റെ മകളാ. നമസ്തേ ഫാർ. ഇത് സാംബശിവൻ, ഇവിടത്തെ ഓൾ ഇൻ ഓൾ. കക്ഷിക്ക് സാ എന്ന അക്ഷരം വരില്ല, പകരം ഫാ എന്നാ പറയാറ്. കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് ഫാ വരില്ല ഫാർ. സാംബശിവൻ, ഓ. ഈ കുട്ടിക്ക് ഹോസ്റ്റലിലെ റൂം നമ്പർ 13 ഒന്ന് കാണിച്ചു കൊടുക്കും. ശരി അച്ചോ. യു ഗോ വിത്ത് ഹിം. താങ്ക് യു ഫാദർ. എല്ലാ വെള്ളിയാഴ്ചയും ഈവനിങ് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ശരി കൊച്ചാ. ആ ഫുഡ് കേൾക്കി തന്നാക്കൂ. എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ. നമ്മുടെ കേസിന്റെ കാര്യം എന്തായി? അന്വേഷണം പുരോഗമിക്കുന്നു. വരട്ടെ. ശരി. ഇതാണ് കുട്ടിയുടെ മുറി, റൂം നമ്പർ 13. ഓ, ഇതെന്ത് പൂട്ടാ, മണിച്ചിത്രത്താഴോ. ആ, ഈ താക്കോലിനി കുട്ടിയുടെ ഫോൺ. ഇതാരാ സാമ്പേട്ടാ? പുതിയ അഡ്മിഷനാ? ആ, അങ്ങ് അമേരിക്കയിൽ നിന്നാ. ഹൗ ഈസ് നെയിം? വാട്ട് ഓൾഡ് ആർ യു? ഫൈൻ, താങ്ക് യു. ഞാൻ പാർവതി. ഞാൻ വർഗീസ് MA. MA ഇൻഷ്യലായി. ഇവിടുത്തെ ബസ് ഡ്രൈവറാ. ബസ് ഡ്രൈവർ ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. എന്നെ അനുസരിച്ച് മര്യാദക്ക് ഇവിടെ കഴിഞ്ഞോളണം. വെളച്ചിലെടുത്താൽ ധാരാണെന്ന് മനസ്സിലായ? ആരാ? ഇവിടുത്തെ പോലീസ് SP ശ്രീകാന്ത് ഫാറിന്റെ ജ്യേഷ്ഠന്റെ മകളാ. ഞാൻ വെറുതെ പറഞ്ഞതാ. കുട്ടിക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ആയിക്കോട്ടെ, വരട്ടെ. വരൂ. അതാണ് കുട്ടിക്ക് പഠിക്കാനുള്ള ടേബിൾ. ഇത് ഡ്രസ്സും മറ്റു സാധനങ്ങളും വെക്കാനുള്ള അലമാര. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും മേട്ടറോട് പറഞ്ഞാൽ മതി. ശരി. തനിഗുണം പരിചയപ്പെടുമ്പോ മനസ്സിലാക്കും. കൃഷ്ണ, എന്താ പേടിച്ചു പോയോ? ഐ എം സോറി, ഒരു തമാശക്ക് ചെയ്തതാ. പുതിയൊരു കുട്ടി റൂംമേറ്റ് വന്നിട്ടുണ്ടെന്ന് സാംബശിവൻ ചേട്ടൻ പറഞ്ഞു. പാർവതി എന്നല്ല പേര്? ഞാൻ ജൂണ മേരി. ഹായ്. ഹലോ. ഇവരൊക്കെ ആരാ? ഇവരെന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇത് കല്യാണി, ഇത് ഗൗരി, ഇത് എലീന. ഇവരെ സൂയിസൈഡ് ചെയ്തത്. ഗൗരി ഈ റൂമിലായിരുന്നു താമസം. ബാ, മറ്റു റൂമിലെ കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തി തരാം. Dear friends, today we have 3 new friends. ഹസീന, ഷാരിക, പാർവതി. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരായ ഗൗരി, എലീന, കല്യാണി അവരിന്ന് നമ്മോടൊപ്പം ഇല്ല. അവർക്കായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let us bury the past and look forward for a better present and a brighter future. ഈ ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെ വെൽക്കം ചെയ്യാം? ഞാൻ പറയാം. ഹസീന ഒരു മാപ്പിളപ്പാട്ട് പാടിയാ മതി. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. അതൊന്നും പറഞ്ഞേ പറ്റില്ല, പാടിയേ പറ്റൂ. എത്രയും ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവ് വായിച്ചറി. അപ്പൊ കുട്ടി കെട്ടിയതാണല്ലേ? ഓക്കെ, ഇനി പാർവതി. അയ്യോ, എനിക്ക് പാട്ടും ഡാൻസ് ഒന്നും അറിയില്ല. ശരി, എങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയാം. ഇതാ. ഹായ്, താങ്ക് യു. എന്തൊരു ഹാപ്പി. ഇതേ തനിക്ക് കഴിക്കാനല്ല, ഈ ക്ലാസ്സിൽ സുന്ദരന്മാരും സുമുഖന്മാരുമായ കുറെ ബോയ്സ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ഒരാളെ ഇപ്പൊ തന്നെ തനിക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ സ്വീറ്റ് അയാൾക്ക് കൊടുക്കണം. ഓക്കെ? അയ്യോ, അതൊന്നും വേണ്ട. ഇതൊക്കെ ഒരു തമാശ അല്ലേടോ. കാമോൺ യാർ.
യു. എങ്കിലും എന്റെ രായപ്പാ നീ എന്നെ ചതിച്ചല്ലോടാ. ഓക്കെ ഓക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പ്. റെഡി 1 2 3. ഗുഡ് മോർണിംഗ് ഫാദർ. Good morning. Sit down. Blue house. 1 ക്രിസ്റ്റി, 2 റിഷാം, 3 നീതു, 5 ആനന്ദ്, 6 ഡോൺ, Green house. 9 അഖില, 10 ജേക്കബ്, 11 കിരൺ. 12 ശാരിക, 13 പാർവതി. ഗുഡ് മോർണിംഗ് സർ. ഏയ് അലോഷി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഫോർ വാട്ട്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇല്ല. കഷ്ടം തന്നെ. ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ. ഓ താങ്ക് യു ഡിയർ. ഇപ്പൊ മനസ്സിലായില്ലേ അലോഷിയുടെ കാര്യത്തിൽ എനിക്ക് എന്തുമാത്രം ശ്രദ്ധയുണ്ടെന്ന്. ഐ നോ ദാറ്റ് ജെനിഫർ. അപ്പോ വൈകുന്നേരം കാണണം. ഷുവർ. My Antarctic experience was full of such epiphanies. എക്സ്ക്യൂസ് മീ ഫാദർ. Yes? എനിക്ക് ഈ ഡാൻസിലും പാട്ടിലൊക്കെ താല്പര്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ് വേണമായിരുന്നു. Please. താങ്ക് യു ഫാദർ. ഡാൻസ്, പാട്ട് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളൊന്ന് കൈപ്പൊക്കെ. യെസ് കമോൺ. 1 2 3 4 5. ഫാദർ ഇവരാണോ പുതിയ കുട്ടികൾ? Yes. Parvati, Sharika, Hasina. നിങ്ങൾക്ക് ഡാൻസും പാട്ടൊന്നും അറിയില്ലേ? What about you, Hasina? പാടാൻ അറിയില്ല, ഒപ്പന കളിക്കാൻ അറിയാം. ആഹാ. ആ സെറ്റ് സെറ്റ് സെറ്റ്. ആ എന്താ തന്റെ പേര്? പാർവതി. ആ ഇയാളെ കണ്ടിട്ട് ഒരു ഡാൻസറുടെ ലുക്ക് ഉണ്ടല്ലോ. ഡാൻസ് അറിയോ? അയ്യോ ഇല്ല സർ. എക്സ്ക്യൂസ് മീ, അലോഷ്യം വട്ടപ്പറമ്പിലെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്താ കാര്യം? അറിയില്ല. ജൂന, ജസ്റ്റ് ടേക്ക് ദ ലിസ്റ്റ് ഓഫ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. ഐ വിൽ ബി ബാക്ക് ഇൻ എ വൈൽ. പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് അവരുടെ ചിത്രങ്ങൾ സെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിന്റെ വെളിയിൽ നിന്നുള്ള കണക്ഷൻ ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ ജോസ് ആൾ അല്പം കണ്ണിങ് ആണല്ലേ? എന്ത് തോന്നുന്നു? കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. He is bright and studious. സർ, ഐ കളക്ടഡ് ഓൾ ദ മൊബൈൽ നമ്പേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻസ്. Okay. Collect the phone numbers and details of staff and teachers also. യെസ് സർ. That I can arrange. നിങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം പോയി എല്ലാ സഹായം ചെയ്തു കൊടുക്കും. യെസ് ഫാദർ. Don't worry, father. I'll definitely spill the truth out. ഏയ് ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാരും നല്ല ഫ്രണ്ട്ലിയാ. എന്നാലും പാട്ടും ഡാൻസും അറിഞ്ഞൂടാത്ത വലിയ കഷ്ട. അതും അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ട്. എനിക്ക് 4 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചതാ. അതോടെ അച്ഛൻ മാനസികമായിട്ട് തളർന്നു. അന്ന് ഞങ്ങൾ കേരളത്തിലായിരുന്നു. പിന്നീട് അച്ഛൻ അമേരിക്കയ്ക്ക് പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയി. അന്ന് മുതൽ എന്റെ അച്ഛനും അമ്മയും ഫ്രണ്ടും ഒക്കെ എന്റെ അച്ഛനാ. അവിടെ ഇതൊക്കെ പഠിക്കാൻ എവിടെ അവസരം? ഇനി അവിടെ വേണ്ട, നാട്ടിൽ മതിയെന്ന് മുത്തശ്ശി നിർബന്ധിച്ചതുകൊണ്ട് അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പാർവതിയുടെ ഫോണിൽ റിംഗ് ചെയ്യുന്നത് എന്താ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുന്നത്? ശ്രീകാന്ത്. ആരാടി ശ്രീകാന്ത്? അതിന് തന്നെ കഷ്ടമുണ്ട് കേട്ടോ. അതെന്റെ കൊച്ചച്ഛനാ, SP ശ്രീകാന്ത്. നമ്മുടെ സ്കൂളിൽ കേസ് അന്വേഷിക്കുന്ന? അതെ, അച്ഛന്റെ ഒരേ ഒരു അനിയനാ. ഞാൻ മുത്തശ്ശനും കൊച്ചച്ഛനെയും കൂടി ഇവിടെ താമസിച്ചിരുന്നത്. എന്റെ അള്ള, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? മൈ ഗോഡ്, മേറ്റും വഴക്കുറേ. ഫുഡ് കഴിക്കാൻ പോവാം. എനിക്ക് നല്ല വിശപ്പില്ല, ഞാൻ വരുന്നില്ല. വീട്ടിൽ നിന്ന് മാറിന്റെ വിഷമായിരിക്കും അല്ലേ? എന്നാ നമുക്ക് പോവാം. ബാ.